ഇപ്പോൾ തന്നെ സ്പ്ലെൻഡറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ മുമ്പേ വന്ന വഴി തെറ്റിക്കണ്ടോ, എനിക്ക് സ്പീഡ് കാണിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ TVSൻ്റെ റൈഡിയോൺ എന്ന് പറയുന്ന ഒരു പുതിയ ബൈക്കാണ്. ഇതിപ്പം പുതിയ ബൈക്കല്ല, ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നോക്കാം. അപ്പം ഒട്ടും തന്നെ സമയങ്ങളായി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഡിസൈനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കി കഴിയുമ്പം നമുക്ക് ഒരു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ അത്യാവശ്യം കണ്ടുവരുന്ന ഡിസൈനൊക്കെ തന്നെയാണ്. നമ്മുടെ പഴയ പാഷൻ പ്രോയിലൊക്കെ വന്നിരുന്ന ഒരു ഹെഡ് ലൈറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ തോന്നും. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹലോജൻ ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ക്രോം ഫിനിഷ് വെച്ച് അവർ നല്ലപോലെ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും. രണ്ടും നോർമൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എവിടെയെങ്കിലും ഒരു പെട്ടെന്ന് വീഡിയോ കാര്യങ്ങളുണ്ടായി ഇതങ്ങ് പറഞ്ഞു പോകും. അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പ്രത്യേകിച്ച് TVSൻ്റെ പാർട്സിനെല്ലാം അത്യാവശ്യം ചീപ്പ് റേറ്റൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റേഡിയൽ ടയേഴ്സ് കാണാൻ പറ്റും നമുക്ക്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ ഇതിൽ ഹീറോ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പ്ലെൻഡർ ഉണ്ട്. ഇതിന് മെയിൻ കോമ്പറ്റൻസ് ആയിട്ട് വരുന്നത് സ്പ്ലെൻഡർ തന്നെയാണ്. അപ്പം ആ ഒരു സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു ബൈക്ക് എന്ന് പറയുന്നത് TVSൻ്റെ റേഡിയോൺ തന്നെയാണ്. ബാക്കി ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങൾ സെറ്റപ്പ്, റൈഡ് കംഫർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാം. അപ്പം ബാക്കി പിന്നെ ഫ്രണ്ടിലത്തെ ലുക്ക് അത്രയൊക്കെ തന്നെ ഉള്ളൂ. സൈഡിലേക്ക് വരുമ്പം ഫ്രണ്ടിൽ നമുക്ക് ആ സസ്പെൻഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് സാധാ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ അത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. കാരണം ഇതൊരു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴികളും റോഡുകളും എല്ലാം നല്ലപോലെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ TVSൻ്റെ പണ്ട് മുതലേ ഉള്ള ആ ഒരു ബാഡ്ജിങ്, ആ ഒരു സ്റ്റീൽ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും, ഒരു സിൽവർ ഫിനിഷിൽ. പിന്നെ അത്യാവശ്യം ഒരുപാട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്ത് അവർ ഉറപ്പിച്ചിട്ടില്ല. ഇവിടെ റേഡിയോൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ FI ആണെന്നുള്ളത്, TVSൻ്റെ തന്നെ FI. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന മിക്ക വണ്ടികളും കാർബറേറ്റർ സെറ്റപ്പാണ് കുറേയൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഏകദേശം എല്ലാം FI ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്തായാലും FI തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് ഈ വണ്ടി. പിന്നെ നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഇതിൻ്റെ അപ്പർ വേരിയൻസിലേക്ക് വരുന്നതോറും അതിൻ്റെ അപ്ഡേഷൻ വന്ന് ഡിസ്ക് ബ്രേക്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്ത് പറയത്തില്ല. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തേക്കാം, വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിലും കാണിച്ചേക്കാം. ബാക്കി വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ ഇൻ പേർപ്പസ് അല്ലല്ലോ നോക്കുന്നത്, ഒരാളുടെ റൈഡ് റിവ്യൂ ആയിരിക്കുമല്ലോ. അപ്പം അതെങ്ങനെ ഉണ്ടെന്നുള്ളതായിരിക്കും ഞാൻ ഈ വീഡിയോ മുഴുവനും പറയാൻ പോകുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ്, ഇതിൻ്റെ സ്റ്റാൻഡ് ഇപ്പം പല വണ്ടികളിലും ഇല്ലാത്ത സ്റ്റാൻഡ് സെൻസർ വിത്ത് മീറ്ററിൽ ഇൻഡിക്കേഷൻ വരെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ ഗിയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ഗിയേഴ്സ് തന്നെ ബാക്കിലേക്ക് ചവിട്ടി ഗിയർ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇതൊരു 110cc എഞ്ചിനാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 110cc അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെയൊക്കെ ഇത് നല്ല ടോർക്കുണ്ട്. പെട്ടെന്ന് വണ്ടി ഓഫായി പോവോ അല്ലെങ്കിൽ ഇനിഷ്യലി എടുക്കുമ്പം വണ്ടി ഒന്ന് എരത്തെടുക്കുക, ആ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴേ വണ്ടി നല്ലപോലെ മൂവ് ആയി തുടങ്ങും. പിന്നെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സാരി ഗാർഡൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സാരി ഗാർഡാണ്. കാരണം ഒരുപാട് വലിയ സാരി ഗാർഡല്ല, ആ ഒരു ബൈക്കിന് ചേർന്ന വളരെ കുഞ്ഞ് ഒരു സാരി ഗാർഡാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാരി ഗാർഡാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് റെസ്റ്റ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുഷ്യൻ്റായിട്ടുള്ള നല്ല ലോങ് സീറ്റാണ്. ഈ സെഗ്മെൻറ്റ് വരുന്നത് തന്നെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണിത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ലോങ് ആയിട്ടുള്ള സീറ്റാണിത്. അതേപോലെ നല്ല ബ്രെഡ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈഡറിന് അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടും. റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ സസ്പെൻഷനും വളരെ സോഫ്റ്റാണ്. പിന്നെ ബാക്കിലത്തെ പില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ. ഒരുപാട് കംഫർട്ടൊന്നും ലോങ് റൈഡ്സിൽ ഇതിന് കിട്ടത്തില്ല, പില്ലുണ്ട്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ബാക്കിൽ ഇതൊരു മറ്റേ ബാഗൊക്കെ ക്യാരി ചെയ്യാനുള്ളൊരു സംഭവം, ഒരു എക്സ്റ്റൻഷൻ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫൈബർ ഫിനിഷാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ പെട്രോൾ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 10 ലിറ്റർ പെട്രോൾ ടാങ്കാണ്. 10 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഒരു റബ്ബർ പാഡിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കിവിടെ ഇരിക്കുമ്പോൾ കാലൊക്കെ ഇവിടെ നല്ലൊരു രീതിയിൽ ഹഗ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. അത്രയാണ് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ ഡിസൈൻ വൈസ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. ബാക്കിൽ നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്, ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെയിൽ ലൈറ്റും ഹലോജൻ തന്നെയാണ് വരുന്നത്. അതെല്ലാം ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന ഈ രീതിയിലുള്ള ബൈക്കിൻ്റെയൊക്കെ ബോധവയ്ക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലുള്ളൊരു ടെയിൽ ലൈറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ റിഫ്ലക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബാക്കിലേക്കുള്ള ഒരു മഡ് ഗാർഡ് ഉണ്ടല്ലോ, ചെളിയർക്കായിരിക്കും ഉള്ളത്. അത് വളരെ നല്ല നീളമുള്ളൊരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ പുറകിലെ തൊട്ടും ചെളിയറിക്കത്തില്ല. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സസ്പെൻഷൻ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ നല്ല വലുപ്പമുള്ളൊരു
ഇതിൻ്റെ പേരെന്തായിരുന്നു, ഇതിൻ്റെ പേരെന്തായിരുന്നു, എക്സോസ്റ്റ്. സോറി, നല്ല വലുപ്പമുള്ളൊരു എക്സോസ്റ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ എക്സോസ്റ്റ് ഒരു നല്ല ക്രോം ഫിനിഷ് കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ലുക്ക് ഒന്നും കൂടെ കൂട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി എസിൻ്റെ ലോഗോ, റേഡിയോൻ്റെ ലോഗോ, FI ആണെന്നുള്ളതിൻ്റെ ലോഗോ, ഇവിടെ ടി വി എസിൻ്റെ ലോഗോ, പിന്നെ ഡ്യൂറാലൈഫ്. ആ ഡ്യൂറാലൈഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ ഡ്യൂറാലൈഫ് എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ കിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാക്ക് ബ്രേക്ക് വരുന്നത്. ഓക്കെ കിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളിൽ കിക്കർ പ്രൊവൈഡ് ചെയ്യാറില്ല, കിക്കർ കാണത്തില്ല, അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ. അപ്പം ഇതിന് പക്ഷേ കിക്കർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഇവിടെ ഒരു റിഫ്ലക്ടറൊക്കെ നല്ല കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എക്സ്ട്രാ വെച്ചേക്കുന്ന ലോക്കാണ് കേട്ടോ, എക്സ്ട്രാ ഫിറ്റിംഗ് ലോക്കുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവറോൾ എനിക്ക് പറയാനുള്ള ഒരു ഡിസൈൻ വൈസ് നമുക്കിതിൽ നിന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഇതിൻ്റെ സസ്പെൻഷന്, മൈലേജ്, റേറ്റ്, കംഫർട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര സ്പീഡ് കയറും എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ഓക്കെ ഞാൻ ഇതിൻ്റെ മീറ്റർ കൺസോൾ കാണിച്ചില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീറ്റർ നോക്കി കഴിയുവാണെങ്കിൽ ഡിജിറ്റൽ അല്ല വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻസിലേക്ക് വരുമ്പോഴത്തേക്കിന് അത് ഡിജിറ്റൽ ആക്കുന്നുണ്ട്. ഇത് ശരിക്കും നോർമലി ഉള്ളൊരു മറ്റേ നമ്മുടെ സാധാ മീറ്റർ ഉണ്ടല്ലോ, ആ മീറ്ററാണ്, അനലോഗാണ് വരുന്നത്. ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്, അത് വണ്ടി ഓൺ ആക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ടി വി എസിൻ്റെ ലോഗോ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് എറിച്ച് നിൽക്കുക ലോഗോ. അത് നന്നായിട്ട് എനിക്ക് തോന്നി. മീറ്റർ കൺസോൾ കാണാൻ അത്യാവശ്യം നല്ലൊരു ഫീലാണ്. ബാക്കിയുള്ള സ്പ്ലെൻഡറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും നല്ലൊരു ഫീലാണ്. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ഗേജ് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ്റെ അവർ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. ഇത് എഞ്ചിൻ്റെ ലൈറ്റ്. പിന്നെ കീ ഹോളൊക്കെ വരുന്നത് ഇവിടെ തന്നെയാണ് വരുന്നത്, ഇങ്ങോട്ട് മാറിയൊന്നുമില്ല, ഇവിടെ തന്നെ വരുന്നത്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി കയറിയുന്നുണ്ട് സംസാരിക്കാം. ഓക്കെ, ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ റോഡ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കീസാണ്, എന്നാൽ നല്ല പ്രീമിയം കീസുമാണ്. ഇവിടെ ഇതിൻ്റെ ഹൈ ബീം, ലോ ബീം, ഹൈ ബീം, ലോ ബീം, ഇത് പാസ് സ്വിച്ച്, ഇത് ഇൻഡിക്കേറ്റേഴ്സ്, ഓണ്, പിന്നെ ഇവിടെ ലൈറ്റ്, നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, ഇത് എൻജിൻ സ്റ്റാർട്ട്, കിൽ സ്വിച്ച് അല്ല, സെൽഫ് സ്റ്റാർട്ട്. ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. വളരെ നല്ല റൈഡിംഗ് പൊസിഷനാണ്. നമുക്കിങ്ങനെ സിറ്റി കൂടൊക്കെ ഭയങ്കര സിക്സാഗ് പോലൊക്കെ ഓടിക്കാൻ പറ്റും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഇതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാം. ഞാൻ നോക്കിയതാണ്. ഓക്കെ, ഇതിന് 4 ഗിയറാണ് വരുന്നത്. ഏറ്റവും താഴെ ന്യൂട്രൽ, ബാക്കിയെല്ലാം മേളോട്ട്, ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്. തേർഡ് ഉണ്ടല്ലേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 ഗിയേഴ്സാണ് വരുന്നത്. പിന്നെ മിറർ വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഓടിക്കുമ്പോൾ സംസാരിക്കാം. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് വണ്ടിയുടെ ആ ഒരു വണ്ടി ഇങ്ങനെ നമുക്കൊരു വണ്ടി ഓഫായി പോവും എന്നൊരു ഫീല് കിട്ടത്തില്ല. വണ്ടി നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു ചാടിച്ചാടി നിൽക്കുക എന്ന് പറയത്തില്ല, പക്ഷേങ്കിൽ ആ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും. വണ്ടി ഓഫ് ആവും എന്നൊരു തോന്നൽ നമുക്ക് വരത്തേയില്ല. വണ്ടി ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര റൈഡിങ് ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസിൻ്റെ എഞ്ചിൻ പൊതുവേ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഈ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റൈഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വണ്ടി അപാര റൈഡ് കംഫർട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറേ ഈച്ച മോട്ടർ. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഫീൽ പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് ക്ലച്ചാണ്. ഞാൻ സ്പ്ലെൻഡറൊക്കെ ഓടിച്ച് വെച്ച് നോക്കുമ്പം ഈ സെഗ്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്പ്ലെൻഡറേ ഉള്ളൂ. അപ്പോൾ സ്പ്ലെൻഡർ ഓടിച്ച് വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ക്ലച്ച് ഫീൽ വളരെ ലൈറ്റ് ക്ലച്ചാണ് ഇത് വരുന്നത്. നമുക്കിനി മെയിൻ റോഡിലോട്ടൊന്ന് കയറ്റി നോക്കാം. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല തിരക്കുള്ള റോഡുകളാണ്. നോക്കാം എന്തായാലും, ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കംഫർട്ടാണ്. നമ്മുടെ റൈഡിംഗ് പൊസിഷൻ ആണെങ്കിലും എന്താണെങ്കിലും വളരെ നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു RPM ഇൻഡിക്കേഷനാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പം ഒരു RPM കാണിച്ചു തരുന്നതാണ്. ഇതിങ്ങനെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കണം എന്ന ഒരു RPM കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുമ്പം തോന്നുന്നത്, പിന്നെ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ ആ ഒരു റോഡിൽ കാണിച്ചു തരാം. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ റോഡിൽ അത് കാണിക്കാൻ പറ്റത്തില്ല. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രം ബ്രേക്ക് ആണെന്ന് പറഞ്ഞാലും വളരെ നല്ലൊരു ഡ്രം ബ്രേക്കാണ്. കാരണം ഡ്രം ബ്രേക്സിന് പൊതുവേ വരുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അത്. ബാക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഓൾറെഡി ഫ്രണ്ട് ബ്രേക്കിന് ഒരു ആക്ഷൻ വരും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, പഴയ സ്പ്ലെൻഡർ. ഓക്കെ, അപ്പം
നമുക്ക് വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊട്ടും സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷൻ അല്ല, സോഫ്റ്റ് സസ്പെൻഷൻ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ സ്പ്ലെൻഡർ ആണല്ലോ പോകുന്നത്. ഇത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും നല്ലൊരു വണ്ടി ഇട്ട് സ്പ്ലെൻഡർ ആണല്ലോ കൂടുതൽ പോകുന്നത്. അത് ഹീറോയുടെ ട്രസ്റ്റ് അല്ല, ഹീറോയ്ക്ക് ആകെ സ്പ്ലെൻഡർ എക്സ്പോൾസേ ഉള്ളൂ ഇപ്പോൾ സെയിലുള്ളതാണ്. ആ പിന്നെ കഴിച്ച് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കൈവേദന കാലുവേദന അങ്ങനെയൊന്നും വരത്തില്ല. ഇത് ജസ്റ്റ് സ്റ്റോക്ക് വരുന്നതല്ല. ഇതിന് ഈ ഹാൻഡിലിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു സാധനം അത് സ്റ്റോക്ക് വരുന്നതല്ല. പക്ഷേങ്കിൽ അത് വളരെ നന്നായിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് വരുന്ന റബ്ബർ പാഡിങ് ആണെങ്കിലും വളരെ നല്ല റബ്ബർ പാഡിങ് ആണ്. എൻ്റെ കാലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു റബ്ബർ ക്ലാഡിങ്ങിലോട്ട് ജസ്റ്റ് നല്ലപോലെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പറയാനാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒട്ടും സീറ്റ് ഹൈറ്റ് ഇല്ല. സീറ്റ് ഹൈറ്റ് വളരെ വളരെ മിനിമലാണ്. നമ്മളിതൊക്കെ പോകും. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് നിർത്തി നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. ഇതിന് ഡിസ്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷേ ഇതിൻ്റെ പവർ വെച്ച് ഒരു ഡിസ്ക് ബ്രേക്ക് വേണ്ടയായിരുന്നു. ഓക്കെ, നമ്മളിതിൽ കണ്ടില്ലേ, എനിക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ട് കണ്ടില്ലേ. അപ്പം എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ഫുട്ടാണ്. അതുകൊണ്ട് ഹൈറ്റ് ആർക്കും ഒരു വിഷയമാകത്തില്ല. പിന്നെ വണ്ടി ചൂടാവുമോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഹൈ സ്പീഡ്സിൽ പോകുമ്പോഴും പിന്നെ ട്രാഫിക്കിൽ കിടക്കുമ്പോഴും വണ്ടി ചൂടാവുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തായാലും 110 cc അല്ലേ, ഒരുപാട് നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി ചൂടാവും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് വണ്ടി ചൂടാവും. ഞാനിപ്പോൾ ഉള്ള ഡൽഹിയിലാണ്, ഇവിടെ നല്ല ചൂടാണ്. അത് വെച്ച് ഈ വണ്ടി എന്തായാലും ചൂടാവും. പിന്നെ ഈ വണ്ടിയുടെ ഒരു പവർ ഔട്ട്പുട്ടാണ് എനിക്ക് നിങ്ങളെ ശരിക്കും കാണിക്കാനുള്ളത്. അത് ഞാൻ അപ്പുറത്തെ റോഡിൽ കയറിയിട്ട് ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ റോഡുകളിൽ മൈലേജ് അവിടെ നിൽക്കട്ടെ. മിറർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അപാര മിറർ വിസിബിലിറ്റിയാണ്. നല്ല പോലെ ബാക്കിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഓഫർ കണ്ടില്ല, ഇത് മിറർ വിസിബിലിറ്റിയുടെ കുഴപ്പമില്ല. ഇവന്മാരൊക്കെ തോന്നിയിടത്തോടെ കയറി വരുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇത് മിറർ വിസിബിലിറ്റിയുടെ കുഴപ്പമില്ല. മിറർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മിറർ വിസിബിലിറ്റി ഉണ്ട്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. നമുക്കിങ്ങനെ ഇങ്ങനെ 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 എടുത്തോണ്ട് പോകാൻ വേണ്ടി ഭയങ്കര ഹാൻഡിലബിളാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാറ്റ് പിടിച്ച് പോകത്തൊന്നുമില്ല, എന്നാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വണ്ടിങ്ങനെ നമുക്കിങ്ങനെ കിടത്തിയെടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ കിടത്തിയെടുക്കണ്ട. ഈ വണ്ടി ഇങ്ങനെ കിടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ചെയ്തേക്കുന്ന വണ്ടിയല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ വെയിറ്റ് ഒരു ഫാക്ടറാണ്. ഇതങ്ങനെ കിടത്തിയെടുക്കാൻ പറ്റത്തില്ല. പറ്റും, പറഞ്ഞ താഴെ വീഴുന്നത്. ഇവിടെയൊക്കെ വേണ്ട ഇവന്മാർ ഈ 3 പേരെയൊക്കെ വെച്ച് വേണം കിടത്തിയെടുക്കാം. ഇവിടെ അങ്ങനെയാണല്ലോ, അപ്പോൾ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് നോർമൽ റോഡുകളിൽ അത്യാവശ്യം റഷായിട്ട് ഓടിച്ചാൽ തന്നെ ഒരു 60 മൈലേജ് ഉറപ്പായിട്ട് കിട്ടും. നോർമൽ റോഡുകളിൽ റഷായിട്ട് ഓടിച്ചാൽ തന്നെ 60 മൈലേജ് കിട്ടുന്നതാണ്. ഇവിടുന്ന് അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ട്. കൂടിപ്പോയൊരു 150 മീറ്ററേ കാണത്തുള്ളൂ. അത്രയും നേരം കൊണ്ട് ഈ ബൈക്ക് എത്ര കയറും എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഈ ബൈക്കിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട്. നിങ്ങൾക്കിപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ബൈക്കിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട്. അപ്പോൾ ഗൈസ്, ഫൈനലി ഇത്രയാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്, നമ്മുടെ കൺക്ലൂഷൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. സോറി, ഞാൻ വീഡിയോ ഇട്ടിട്ടൊരു
8-9 മാസമായി, അതുകൊണ്ടെല്ലാം മറന്നുപോയി. നമുക്കപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും എല്ലാം പറയാം. ഇനിയിപ്പോൾ പറയാനുള്ളത് ഓൺ റോഡ് പ്രൈസും കൂടെ അല്ല ഉള്ളൂ. നിങ്ങൾ ടി വി എസ് ഷോറൂമിൽ ചെന്ന് ഈ വണ്ടി എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലെൻഡറിനൊക്കെ ബെറ്ററായിട്ട് എന്തായാലും തോന്നും. ഇതിൻ്റെ പ്രൈസ് കൂടെ അല്ലേ പറയുള്ളൂ, അതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസും കൂടെ പറഞ്ഞെങ്കിൽ നിർത്തിയേക്കാം. എന്താ വണ്ടിയൊക്കെ നിർത്തിയേക്കുന്നത്? സിഗ്നലാണ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ ബേസ് വേരിയൻറ്റിന് 84,000, 70 to 80 ഇടയിലാണ്. ഇത് ഡൽഹിയിലെ ഷോറൂം പ്രൈസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ പിന്നെ ചേഞ്ച് ആവും. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. എങ്ങനെ നോക്കിയാലും 1 lakh ബിലോ ആണ് ഇതിൻ്റെ ഏത് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായി കാണുന്നത് വരെ ബൈ.